എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാവയ്ക്ക വറുക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിനകത്തുള്ള അരിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. പാവയ്ക്ക നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അരിയും ചോറും ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വറുക്കാം. മുളക് പൊടിയൊന്നും ഇടാതെയും വറുക്കും. ഇതാണ് ടേസ്റ്റ്. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ പൊരിക്കുന്നതാണ് രുചി. ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക കയ്പ്പാണെങ്കിലും ഇങ്ങനെ വറുക്കുമ്പോഴത്തേക്ക് പിള്ളേർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എത്ര കയ്പ്പുള്ള പാവയ്ക്കയും ഇത് നാടൻ പാവയ്ക്കയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം പരുവമായി വന്നിട്ടുണ്ട്. അല്പം കൂടി മൂത്തതിന് ശേഷം നല്ല മുരുവരായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കണം. എണ്ണ തോർന്നതിന് ശേഷം എടുക്കുമ്പോൾ നല്ല കിരികിരായി ഇരിക്കും.